ബലാത്സംഗ കേസിൽ ഒളിവിൽ തുടരുന്ന നടൻ സിദ്ദിഖിനെതിരായ അന്വേഷണം മകന്റെ കൂട്ടുകാരിലേക്ക്. മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കടവന്ത്ര മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്നാണ്. കസ്റ്റഡിയിലെടുത്തവരുടെ കുടുംബം കൊച്ചി DCPക്ക് പരാതിയും നൽകി. നവമി ദിനേശ്, നവമി, പോലീസും സിദ്ദിഖുമായുള്ള ഒത്തുകളി എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഇത്തരം ചില കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ രണ്ട് സുഹൃത്തുക്കൾ, ആ രണ്ട് സുഹൃത്തുക്കളെ രാവിലെ തന്നെ പോലീസ് ഒരു കാര്യമൊന്നുമില്ലാതെ സിദ്ദിഖിനെ കണ്ടെത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സുഹൃത്തുക്കളെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു, അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാണ് സിദ്ദിഖിന്റെ മകൻ ഷഹീർ പറയുന്നത്. കൊച്ചി സ്വദേശികളായ നാഹി പോൾ എന്നിവരെ പുലർച്ചെ 4:15-നും 5:15-നും ഇടയിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇവരുടെ കുടുംബം, ഇവർ രണ്ടുപേരുടെയും കുടുംബം കൊച്ചി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. സിറ്റി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവരെ ഇങ്ങനെ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളൊരു രഞ്ജിത്ത് പറഞ്ഞോളൂ, കേൾക്കാം നവമി. രഞ്ജിത്ത്, അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങളും, അതായത് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്ന രണ്ട് യുവാക്കളുടെയും കുടുംബം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാൻ എത്തിയിരുന്നു രാവിലെ തന്നെ. പക്ഷേ കൊച്ചി സിറ്റി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഞങ്ങൾ അങ്ങനെ അന്യായമായി ആരെയും തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ രണ്ട് യുവാക്കളെയും കസ്റ്റഡിയിലെടുത്തത്. ഇവരെ രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി ഇവരുടെ ഫ്ളാറ്റിലെത്തി. സിദ്ദിഖ് എവിടെയാണെന്ന് പറഞ്ഞില്ല, എവിടെയാണ്, നിങ്ങളാണോ സിദ്ദിഖിനെ ഒളിപ്പിച്ചതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ രണ്ട് യുവാക്കളെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിനുശേഷം സിദ്ദിഖിന്റെ മകൻ ഷഹീനെ വിളിച്ചതിന് ശേഷം അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഈ പിതാവിനെ ഹാജരാക്കിയില്ല എങ്കിൽ സുഹൃത്തുക്കളെ റിമാൻഡ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് സിദ്ദിഖിന്റെ മകൻ ഷഹീർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് പോലീസ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും സിദ്ദിഖിന്റെ മകൻ പറയുന്നുണ്ട്. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് ഇത് നിഷേധിച്ചിരിക്കുകയാണ്, ഈ ഒരു ആരോപണം. രാവിലെ തന്നെ കുടുംബം, ഈ രണ്ടുപേരുടെയും കുടുംബം ഇവിടെ എത്തി പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സിദ്ദിഖുമായി ബന്ധപ്പെട്ട അന്വേഷണം സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളിലേക്ക് കൂടി പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം.